ദോശയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി തക്കാളി ചട്നിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ചട്നിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു വലിയ തക്കാളി നോക്കിയിട്ട് ഞാൻ തക്കാളി എടുത്തു. പിന്നെ 2 പച്ചമുളകും പിന്നെ ഒരു 4-5 പോളം ചെറിയ ഉള്ളി എടുത്തിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്ടി ചൂടായി വന്ന ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂണ് കടുക് പൊട്ടിച്ചിട്ടോ. കടുക് പൊട്ടി വന്ന ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി എന്താ പറയുക നുറുക്കി വെച്ചിരുന്ന പച്ചമുളക് ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വാടി വന്ന ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് വാടി വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഞാൻ എടുക്കുന്നത്. വേണ്ടവർക്ക് വലിയ ഉള്ളി എടുക്കാം, പക്ഷേ വലിയ ഉള്ളിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ചെറിയ ഉള്ളി കേട്ടോ. അപ്പോൾ അതാ ഞാൻ നുറുക്കി വെച്ചിരുന്ന തക്കാളിയൊക്കെ അത് അമ്പാടി എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ട്. അമ്പാടിക്ക് ഞാൻ തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. ഓനതിൻ്റെ ഉള്ളിലത്തെ അത് തിന്ന് കഴിഞ്ഞാൽ തോല് മാത്രം അവിടെ തുപ്പിടും കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ കുറച്ചൊക്കെ അമ്പാടി തിന്ന് അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ കറിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ വാടി വന്ന ശേഷം അതിലേക്ക് തക്കാളി കൊടുക്കാം. ഞാൻ വലിയ തക്കാളി എടുത്താണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്ര വേണ്ടിച്ചാലും അതിനനുസരിച്ച് തക്കാളി എടുക്കാം. അപ്പോൾ അങ്ങനെ തക്കാളി ഇട്ടെടുത്ത് അത് നല്ലതുപോലെ വാടി വന്ന ശേഷം നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒന്ന് വേഗം വാടി കിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടോ. എന്താ പറയുക ആ തക്കാളിയും കൂടി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടോ. അടച്ചു വന്ന് വെച്ചതിന് ശേഷം അതൊന്ന് വാടി വന്നിട്ടോ. നല്ല വാടി വന്നപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിലേക്ക് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ നീതിട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുത്തു. ഞാൻ ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടു. അപ്പോൾ ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം ഇവിടെ എരിവൊന്നും അധികം ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞാൻ ഒരു നുള്ള്, പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടാകുമല്ലോ, അത് കാരണം കുറച്ച് 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് എന്താ പറയുക കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്നിങ്ങോട്ട് അധികം വെള്ളമില്ലാതെ ദോശയെ കഴിക്കാൻ പറ്റുന്ന പാകത്തിനാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കറി എല്ലാം ലൂസാക്കിയിട്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്താണ് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുള്ളൂ. കാരണം അധികം ഇവിടെ വെള്ളത്തോടുള്ള കറിയാണ് ഇഷ്ടമായിട്ട്, അങ്ങനെ കുറുന്നനായ കറി ഇഷ്ടം. അപ്പോൾ ഞാൻ അധികം വെള്ളം ഒഴിക്കാതെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് പിന്നെ എന്താ പറയുക കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടെടുത്ത കാരണം പിന്നെ ഉപ്പിട്ടില്ല, കാരണം ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ കേട്ടോ. അധികം എന്താ പണിയൊന്നും ഉള്ളത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമുള്ളൊരു കറി കേട്ടോ. ദോശയൊക്കെ നല്ല കഴിക്കാൻ പറ്റും നല്ല കറി. അപ്പോൾ ഞാൻ കലക്കി പറഞ്ഞ ദോശ ഈ അരിപ്പൊടി അതുകൊണ്ടുള്ള ദോശയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള തക്കാളി ചട്നിയായിട്ടത്. അപ്പോൾ അതാ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ട് എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരൽ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 കരിവേപ്പിൻ്റെ കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല തിളച്ച് വന്ന ശേഷം നമുക്കത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക ദോശയ്ക്ക് കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അധികം എരിവുമില്ല, എന്നാൽ അധികം വെള്ളത്തോടൊക്കെ ഉള്ളൊരു കറിയല്ല കേട്ടോ. ഇത് കുറച്ച് കുറുന്നുള്ളൊരു കറി കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കലക്കി പറഞ്ഞ ദോശ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളിവിടെ കലക്കി പറഞ്ഞ ദോശ എന്നാട്ടോ പറയുക. പലയിടത്ത് പലതാട്ടോ പറയുക. അപ്പോൾ എന്താ പറയുക അങ്ങനെ ദോശയും കറിയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കഴിക്കാം.